യക്ഷിക്കഥകൾ പോലും ഹൈടെക്കായിട്ട് ലോക എന്നുള്ള സിനിമ വന്ന് 200 കോടി കേരളത്തിൽ വാരുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബി ജെ പിയുടെ വളരെ ഹൈടെക്കായിട്ടുള്ള ഒരു പദ്ധതിയും ഒരു ഹൈടെക് ക്രൈമിനെയുമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഇവിടെ എക്സ്പോസ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓഗസ്റ്റ് 7 ആദ്യത്തെ പത്രസമ്മേളനം ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വ്യാജ വോട്ടർമാർ മഹാദേവപുര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏകദേശം 1 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെ 6 രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ സെപ്റ്റംബർ 19 രണ്ടാമത്തെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിക്കുന്നത് സംഘടിതമായി എങ്ങനെ വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള 2 അസംബ്ലികളുടെ ഉദാഹരണം തന്നു. ഒന്ന്, ഈ കൽബുർഗി ജില്ലയിലുള്ള കർണാടകത്തിലെ അലന്ദ് എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6018 വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ രജൗറ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6850 ആളുകളെ ആഡ് ചെയ്തു. അപ്പോൾ ഈ 6000-ഓളം ആളുകളെ എങ്ങനെയാണ് അലന്ദ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ നമ്മളൊക്കെ ഈ ഫോം 6ഉം ഫോം 7ഉം ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫോം 7 മുഖാന്തരം ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഏതോ ആളുകളുടെ പേരിൽ ആരോ വന്ന് ഓൺലൈനായിട്ട് കർണാടകത്തിൽ പോലും ഇല്ലാത്ത പല മൊബൈൽ നമ്പറുകൾ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീഷൻ നടക്കുകയാണ്. ഡിലീഷൻ നടക്കുന്നത് രാത്രി 4 മണിക്കും 2 മണിക്കുമാണ്. 36 സെക്കൻഡ് കൊണ്ട് 2 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു 80 വയസ്സുള്ള ഗോദാബായി എന്ന് പറഞ്ഞൊരു സ്ത്രീ, ആ സ്ത്രീയെ ഇന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പ്രസ് കോൺഫറൻസിന് കൊണ്ടുവന്നു. അവരുടെ അക്കൗണ്ടിൽ നിന്ന് 12 ആളുകളെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാണ്? ദൈവം തമ്പുരാൻ വന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണോ അതോ കള്ളിയങ്കാട്ട് നീരി ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണോ? ഇത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ വോട്ടർ, നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഈ വോട്ടർ പട്ടികയും സിസ്റ്റത്തിനെയും ഹാക്ക് ചെയ്തുകൊണ്ട് CPM-ന്റെ BJP-യുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഇതിനെ എൻഡോർസ് ചെയ്താരാ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി എന്തായിരുന്നു? അവർ നടന്നിട്ടില്ല, എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞു 18 പരാതികൾ ഇവിടെ കർണാടക CID പരാതി കൊടുത്തു, മറുപടി കിട്ടിയില്ല എന്നുള്ളത്. അതിന് മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഇത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു എന്നുള്ളതാണ്. നമ്മൾ FIR കൊടുത്തു എന്നുള്ളത്. FIR കൊടുത്തു എന്നുള്ള ജോലി മാത്രമാണോ ഇലക്ഷൻ കമ്മീഷനുള്ളത്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാദങ്ങൾക്ക് അതിനാക്കം കൂട്ടിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ 6018 വോട്ടർമാരുടെ ഡിലീഷൻ അത് ശരിയാണ്, അതെങ്ങനെ നടന്നു എന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നഗ്നനായി രാജാവ് ഇരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ശംഭു പ്രസാദും അല്ലെങ്കിൽ BJP സമ്മതിക്കുന്നില്ലെങ്കിലും ജ്ഞാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷനും അത് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-2.5 വർഷമായിട്ട് നടന്ന ഈ കാര്യം അന്വേഷിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ കഴിഞ്ഞ അപവാദം വന്നപ്പോഴേക്കും അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ എത്ര തെറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്ര തന്നെ ലൂപ്ഹോള് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൃത്യമാണ്, ഇന്ത്യയുടെ വളരെ പരിപാവനമായിട്ട് ഇലക്ഷൻ സംവിധാനത്തെ റിഗ് ചെയ്തിരിക്കുകയാണ്. ശ്രീ TN ശേഷൻ്റെ ഒരു വൈറലായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇലക്ഷൻ കമ്മീഷണറാണ്, ഞാൻ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്, അല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ അല്ല എന്ന് ശ്രീ TN ശേഷൻ പറഞ്ഞെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മോദി സർക്കാരിൻ്റെ ചട്ടകമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറായിട്ടാണ് ശ്രീ ജ്ഞാനേഷ് കുമാർ പ്രവർത്തിക്കുന്നത്, കൃത്യമായിട്ടുള്ള ഡേറ്റാ സഹിതം. പിന്നെ എന്ത് യക്ഷിക്കഥയാണ് ഇത്? 3 ആളുകളെ കൊണ്ടുവന്നു, അവരാണ് വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ വോട്ട് ഡിലീറ്റ് ചെയ്ത ആൾക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു. വോട്ട് നഷ്ടപ്പെട്ട ആളുകൾക്ക് അറിയില്ല എങ്ങനെയാണ് വോട്ട് നഷ്ടപ്പെട്ടെന്നുള്ളത്. ഫോൺ നമ്പറുകൾ റാൻഡമായിട്ടുള്ള ഫോൺ നമ്പറുകളാണ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളത് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമല്ലേ? ലോകത്തിലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെ ഇലക്ഷൻ നടത്തണമെന്ന് പഠിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ഏകദേശം 50-60 രാജ്യങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുകയാണ് 6000 വോട്ടുകൾ നഷ്ടപ്പെട്ടത് നമുക്കറിയാം, നമ്മൾ FIR കൊടുത്തിട്ടുണ്ടെന്ന്. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. കൃത്യമായിട്ടുള്ള 2024 ഇലക്ഷന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് സിസ്റ്റം ഉപയോഗിച്ച്, ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, പവർ ഉപയോഗിച്ചുകൊണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചതിനെതിരെയുള്ള പോരാട്ടമാണ്. ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ കോൺഫറൻസിൽ പറഞ്ഞ ആദ്യ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുകയാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം നിലനിൽക്കെ ഞാൻ പറയുകയാണ്, ഇതിൽ ഓരോ കാര്യവും തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത്. തെളിവ് സഹിതം ആൾക്കാരെ കൊണ്ടുവന്നിട്ടും വോട്ട് എൻ്റെ പേരിലാണ് വോട്ട് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ ആളുകൾ, ആ സിസ്റ്റം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. വോട്ടർ പട്ടികയിൽ കോൺഗ്രസിന് അനുകൂലമായ വോട്ട് ലഭിച്ച 10 ബൂത്തുകളിലാണ് ഇത്തരത്തിൽ ഡിലീഷൻ നടന്നിട്ടുള്ളത്. അതിൻ്റെ പഠനം നടത്തിയപ്പോൾ ആ ബൂത്തുകളിലെ ഒന്നാമത്തെ, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നമുക്ക് സീരിയൽ നമ്പറുണ്ട്, അതിൽ ഒന്നാമത്തെ സീരിയൽ നമ്പറുള്ള ആളുടെ പേരിലാണ് ഈ സിസ്റ്റം എടുത്തിരിക്കുന്നത്.
ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഇത്രത്തോളം സെക്യൂർ ആണെന്ന് വിചാരിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ ഇവർ ഹാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ശ്യാമപ്രസാദ് പറയുകയാണ് ഒരു കുഴപ്പവുമില്ല, ഇഷ്ടംപോലെ ഡേറ്റ, ഇഷ്ടംപോലെ തെറ്റുകൾ, ഇതൊരു അബദ്ധ പഞ്ചാംഗമാണ് നിങ്ങൾ തന്നെ പറയുകയാണ്. അങ്ങനെയാണ് പിന്നെ വോട്ടിങ്ങിന് എന്താണ് സംവിധാനം? സത്യം പറഞ്ഞാൽ പലപ്പോഴും കോൺഗ്രസും ഒക്കെ തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അതിൽ ഒരല്പം റിസർവേഷനുള്ള ആളായിരുന്നു ഞാൻ. കാരണം ടെക്നോളജി ഉപയോഗിക്കണമെന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കോൺഗ്രസ് ആദ്യമേ എടുക്കുന്ന നിലപാട് പ്രതിപക്ഷം പറയുന്ന ബാലറ്റിലേക്ക് പോകണമെന്നുള്ളത് ചിലപ്പോൾ റിഗ്രസീവായിട്ട് ഒരാളുകൾക്കും കേൾക്കുമ്പോൾ തോന്നും എന്നെ പോലത്തെ ആൾ എന്തിനാണ് ബാലറ്റിൽ പോകണമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴാലോചിക്കുമ്പോൾ അതാണ് കറക്റ്റ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് സ്വന്തം മെറിറ്റിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ സീറ്റുകൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് നിയമസഭാ ഇലക്ഷനുകളും ലോക്സഭാ ഇലക്ഷനും ജയിക്കുമ്പോൾ ഇത് എത്ര തവണ ചെയ്തു എന്നുള്ളത് പഠിക്കേണ്ടിയുണ്ട്.